ഹലോ ഗായ്സ്, വാട്സാപ്പ് എല്ലാവർക്കും ഗെയിമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാളായി വീഡിയോ എല്ലാം ഇട്ടിട്ട് നമ്മൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് സീരീസിൻ്റെ പാർട്ട് 3 ആണ് ഇടാൻ പോകുന്നത്. അങ്ങനെ തോന്നുന്നു. അതെ നമ്മളെ സീരീസ് ഭയങ്കര സപ്പോർട്ട് ചെയ്യണ്ടേ. സാധനം എന്തിപ്പാ ഗ്ലിൻ പബ് എവിടെ നോക്കട്ടെ. സാധനം കളിച്ചൊക്കെ ഒന്നും മനസ്സിലായില്ല. പിന്നെ എന്നിട്ടാണപ്പോൾ ഇന്ത്യൻ ബൈക്കിൽ ഓക്കെ. ഞാൻ ഇത്തവണ ഹെഡ്ഫോൺ ചെയ്യുന്നല്ല റേസ് കളിക്കുന്നത്. ഇത്തവണ പറഞ്ഞ ഒരു കോഡും എനിക്ക് വല്ല ഓർമ്മയില്ല. ഒന്നും ഓർമ്മയുണ്ടല്ലോ. സാധനങ്ങളെ ഞാൻ പണ്ട് ചെയ്തിട്ട് ഓർഡർ നീക്കൊന്ന് ഓടില്ലെന്ന് അറിയില്ല. അവിടെ ബൈക്ക് കാർ എടുത്ത് പോവാം. വേറെ ചീറ്റ് കുറച്ച് വേറെ കാർന്ന് വിളിക്കാൻ ഇന്ത്യൻ ബൈക്കിലും കുറച്ച് കാലം പറയാം. എൻ്റെ കമ്പനിയൊക്കെ ഇന്ത്യൻ ബൈക്ക് ഉണ്ടാക്കിയ കമ്പനിയല്ലേ. ഈ കാറിൻ്റെ ഡാഷ്ബോർഡിൽ അതെല്ലാം ഇട്ടു. എന്ത് പേരല്ലോ. ഓക്കെ, നമ്മളെ സ്റ്റോറി മീൻസ് സ്റ്റോറി ആയിട്ടൊന്നുമില്ല. കുറച്ച് വെറുതെ ആൾക്കാർ സ്റ്റോറി ചെയ്യാൻ പോലെ വേറൊന്നുമില്ല. വേറെ ഈ ജോയ്സ്റ്റിക്ക് കളിക്കുമ്പോൾ എനിക്കൊരു രസമില്ല കേട്ടോ. ബൈക്കിനെ ഈ ജോയ്സ്റ്റിക്ക് പറ്റും. ഞാൻ ഇന്ത്യൻ ബൈക്കാണ് ബൈക്കിലുണ്ട്, പക്ഷേ റോട്ടിൽ ഒരു ബൈക്കുമില്ല. ഇതാണ് ഈ ഗെയിമിന് കുഴപ്പം. അവിടെ തുള്ളി പോയാടാ. ഈ കാർ ജോയ്സ്റ്റിക്കിൽ ഒരിക്കൽ തൊടാണ് കഴിയുന്നത്. ഞാൻ സ്റ്റിയറിനെ കൂടി തെറിച്ച് എനിക്ക് ഇന്നത്തെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറണം. അതിൻ്റെ ഉള്ളിൽ കയറ്റി താല്പര്യം ഇതാട്ടോ ഇഷ്ടം. ഞാൻ ഇതുവരെ അതിൻ്റെ ഉള്ളിൽ കയറ്റി, അതുകൊണ്ട് ഞാൻ കയറാൻ പോകണം. ഓൺ നല്ല ഡിസിപ്ലിനിലാണ്. നല്ല ടുട്ടുവാൻ ഈ ഇതിലും കാണാൻ മൈൻക്രാഫ്റ്റ് സാൻഡ് ഏസിൽ അമ്മേ ഇൻഫിനിറ്റ് സാധനം എടുത്ത് വെച്ചു. അത് ഇൻഫിനിറ്റ് ഹെൽത്ത് കോഡ്, അതിൻ്റെ കോഡ് മാത്രമേ ഇപ്പോൾ ഓർമ്മയുള്ളൂ. ഇതാണ് ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ കോഡ് കേട്ടോ, ആരും മറക്കരുത്. ഇതെന്താ ഇത്ര മെല്ലെ കയറുന്നു? ഇത് തുള്ളിരുന്നുണ്ടാതെ. ഇനി ഇതിൻ്റെ മുകളിൽ കയറാൻ ഞാൻ അതിനെ കാണുമ്പോൾ ഓക്കെ കയറും. ചക്ക ഫൈനൽ കയറിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഏസിലുണ്ട്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയില്ല. രണ്ട് തുള്ളിയും തുള്ളിൽ കയറാൻ കഴിയും. കയറി സ്പീഡിൽ തിരിച്ചു. ഇൻഫിനിറ്റി ഹെൽത്ത് ശരിക്കും ഇൻഫിനിറ്റി നല്ല ഒരു തലയിട്ടിട്ട് രക്തക്കറ. ഇതിൻ്റെ മുകളിലോട്ട് കറങ്ങിയപ്പാ ഡബിൾ ജമ്പ് അടിക്കണേ. സൈഡ് ജമ്പിനെ മേടിച്ചു. ബാലൻസ് സാധനമില്ലേ. നല്ല ബൈക്കായിട്ട് എടുത്ത് വെച്ചാൽ എനിക്ക് നമ്മൾ നിഞ്ച 2 എടുത്തിട്ട് ഗോസ്റ്റ് റൈഡർ ബൈക്ക് എടുത്ത് നമ്മൾ പ്രേതം ഗോസ്റ്റ് റൈഡർ ഗോസ്റ്റ് റൈഡർ ആകാം ഇങ്ങനെല്ലാം പറയുന്നത് ആരും. ഞാൻ മെസ്സി ഫാനൊന്നും വിചാരിക്കുന്നത് കട്ട റൊണാൾഡോ ആണ്. അതിന് എന്ത് പറയാതെ ഇലുമിനാൻറ്റി ഒരു ജമ്പടിച്ച ഒരു തലമണ്ടയിലേക്ക് പോയി വേറൊരു ജമ്പടിക്കാൻ പോകുന്നു. ജമ്പടിച്ച ഒരു തലമണ്ടയിലേക്ക് എങ്ങനെ ഇരിക്കുന്നത് അത് നീ ജമ്പടിച്ച കുമ്പടിച്ചല്ലോ. നേരെ പോയിട്ട് ഒന്നുകൂടെ മെല്ലെ പോയിക്കോ. ഇനി ജമ്പടിച്ചാൽ അതിൻ്റെ തലവണ്ണ ഞാൻ ചോദിക്കും. ജമ്പടിച്ച ഒരു തലവണ്ടിൽ കയറി ചവിട്ടാന്ന് വിചാരിച്ച സാധനമാണ്. അപ്പോഴേ നോക്കി അതിൻ്റെ തിരിയൂ. ഞാൻ നേരെ പിടിക്കാം. എൻ്റെ വീട് ഏത് ഭാഗത്തായിരുന്നപ്പോൾ അതും പറഞ്ഞു. ഓക്കെ, നമ്മുടെ ഓൾഡ് വീടിൻ്റെ അടുത്തേക്ക് പോവാ. ആ ഭാഗത്ത് തന്നെ അല്ലേ ഇപ്പോൾ? അങ്ങോട്ട് തന്നെ തോന്നുന്നു. അങ്ങോട്ട് തന്നെ
അതിൻ്റെ അടുത്ത് ജിറാസിക് പാർക്കിലും ഉണ്ടാവും അല്ലേ? ഇല്ലേ? ഓ ഇല്ല ഇല്ല ഇല്ല. ആ തോന്നി ഞാൻ വിചാരിച്ചു എന്ത് തെറിക്കാതെ. ഇത് അരമണിക്കൂർ അതിൻ്റെ തെറിക്കുന്നത്. അഡ്വാൻറ്റേജ് ആണ്. ഒരു മിത്തുണ്ട്, നമ്മുടെ ഈ ബൈക്കിന്നില്ലേ എത്ര ചാടിയിട്ട് നേരെ നിന്നാലും ഇല്ലേ അത് ഈ ബൈക്കിനൊന്നാവില്ല, നമുക്ക് ഒരു അതിനേക്കാളൊന്നുമില്ല. ഇതാ മിത്ത്. നിൽക്കാൻ കഴിയില്ലേ? ഞാൻ വിചാരിച്ചു നിൽക്കും. ട്രെയിനിൻ്റെ അടുത്തല്ല, ട്രെയിനിന് നേരെ ഇങ്ങോട്ടല്ലേ പോകണ്ടേ? ആ ഇങ്ങോട്ട് തോന്നുന്നു. അല്ലല്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ടല്ല. പണ്ടത്തെ കൂടെ ഓൾഡ് വീട് പൊളിഞ്ഞു. അവിടെ വലിയ ബിൽഡിങ്ങിൽ വന്നു ഈ ഭാഗത്താണ്, ഇട ഓൾഡ് വീട് പോയി. നമ്മുടെ ഈ അപ്ഡേറ്റ് ആക്കി കൊല്ലാൻ തോന്നുന്നു. ഇല്ല പോരാ ഓൾഡ് വീട്. എൻ്റെ ഉള്ളിൽ നമ്മുടെ ബൈക്ക് ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ പ്ലീസ് ഓൾഡ് വേൾഡിൻ്റെ ഉള്ളിൽ ബൈക്കൊന്നുമില്ലേ? നിനക്ക് ഞാൻ നോക്കിയിട്ടാ ഇന്നലെ ഞാൻ കണ്ടിരിക്കുന്ന കാര്യം പറയാം. ഞാൻ എൻ്റെ കെട്ടിയുള്ളപ്പോൾ കെട്ടിയിട്ട് കല്യാണം കഴിച്ചിട്ടല്ലേ നിൽക്കുന്നത്. എൻ്റെ ഓൾഡ് വീട്. ഇത് ആരും ഇല്ലാതെ ബെഡ്. വാഷ് ചെയ്യാൻ കഴിയുമ്പോൾ എൻ്റെ കൈക്കില്ലേ? അയക്കൊത്തുള്ളത് എൻ്റെ കൈക്കാണ്. വേറൊരു മിത്തുണ്ട്, അത് അന്ന് മിത്ത് തന്നെയായിരുന്നു, ഇപ്പോഴും മിത്ത് തന്നെ. അത് വർക്കിംഗ് ആണെന്ന് എനിക്കറിയില്ല, നോക്കാം. മറ്റൊന്നും എനിക്കറിയില്ല. മിത്തല്ല, ചെറിയൊരു സാധനമാണ്. എങ്ങനെ പറയുന്നത് അതിനപ്പം? എന്താ നമുക്ക് മിത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടാം. മിത്ത് ബസ്റ്റിംഗ് വീഡിയോയാണെങ്കിൽ ലൈക്ക്. എത്ര ജമ്പ് പിടിക്കണപ്പാ? ട്രിപ്പിൾ ജമ്പ്, ഫ്രോബിൾ ജമ്പ്, എത്ര കക്കൂസിന് പോകുന്നല്ലേ അല്ലേ? പോയാ ഇന്ത്യൻ ബൈക്കിന് ഈ മിത്ത് പോയാൽ അറിയുന്നവർ അന്ന് ലൈക്ക് കഴിയണം. ഇല്ല അത് പോയി നമ്മൾ 2-3 വട്ടം അല്ല കുറേ വട്ടം ശ്രമിച്ചു. അങ്ങനെ നമുക്ക് നേരെ പോയിട്ട് ഡബിൾ ജമ്പ് എടുക്കണം. ഇവിടെ പീസാണ് വന്നത്. ഞാൻ ആദ്യമായിട്ടില്ല ഇത് കാണുന്നു. വൗ, അല്ലാതെ നിങ്ങൾ ഇന്ത്യൻ ബൈക്ക് കളിക്കേണ്ട ഒരുക്കുക നമ്മുടെ പഴയ വീട് എടുക്കാൻ നോക്കട്ടാ. എണിക്കിടന്ന് കുറേ സമയം അല്ല ഫിൽമേലോ സ്ലോ മോഷനിൽ എണിക്കില്ല. അതേപോലെ ഗാരേജിലായിട്ട് തുറന്നിട്ടത് എന്നല്ല, ഗാരേജിനുള്ളിൽ വണ്ടിയോട്ട് പിന്നെ അതിൽ ഊമ്പിയിട്ട് പോയത് ഞാനാണ്. ലംബോർഗിനി ഓടി ചാട്. ഞാൻ ലംബോർഗിനി ഹൂറാക്കാനല്ലേ സാധാരണ ലംബോർഗിനി. എന്ത് പത്ര സ്ലോ എടുത്ത കാറിലും എന്താ ഇത്? ഇതിനേക്കാളും നല്ല ഓടുന്നല്ലേ അല്ലേ? എൻ്റെ കഴിയുന്ന കുറേ സമയമാണ് സ്ലോ ആയിട്ട് പോലെ തുടങ്ങിയിട്ട്. വേറെ ചവിട്ടുന്നല്ല നമ്മുടെ ചക്ക ചവിട്ടാട്ടെ. ഞാനിങ്ങനെ ചത്തുവാ. ഇതെന്താ ആൾക്കാർ ഈ നമ്മളെ പറഞ്ഞ ഇതെന്ത് ഫ്രണ്ട് ഡോറിലെ മൊത്തം. അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മുടെ ബുക്ക് വയ്യ തെറിച്ചു. ട്രെയിനിൻ്റെ വയ്യ പോലെ എല്ലാവരും കണ്ടാണല്ലോ. കഴിഞ്ഞ വീഡിയോണ് ഈ കുറേ സമയമല്ലോ പമ്പരം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിൽക്കണേ നിന്നു. ട്രെയിനിൻ്റെ അങ്ങോട്ടേക്ക് വന്ന അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത്. ഇതെന്താ ഇങ്ങനെ വളഞ്ഞോണ്ട് പോകുന്നത്? ഇതാണ് ഇതിൻ്റെ കുഴപ്പം. നമുക്ക് വേഗം ഒരു കുത്ത ട്രെയിനെ കുത്തിട്ട് ട്രെയിനിൽ വണ്ടി കൂടി അങ്ങനത്തെ ഒരു ഇതാ കൈസ അങ്കറ അമ്മേ. നമ്മുടെ ഇന്ത്യൻ ബൈക്കല്ലേ ഒരു ഇന്ത്യൻ ഗെയിം ആയതുകൊണ്ടല്ലേ നമ്മുടെ കമലനെ പോലെ. കമലയല്ല മഞ്ജുളിക കമല അറിയില്ല. മഞ്ജുളിക എന്ന് പറയാം, കാരണം മഞ്ജുളികയല്ല ചോരയെ കുറിച്ചാണ്. ഇന്ത്യൻ ബൈക്കിൽ ഹൊറർ ഗെയിം ആക്കി ഞാൻ. പക്ഷേ അടുത്തേക്ക് ഇതെന്ത് ഞാൻ കയറാൻ പറയുന്ന സ്ഥലത്ത് കയറാതിരിക്കാൻ പറയുന്ന സ്ഥലത്തെല്ലാം കയറും. എന്താ ഇത്ര ഫാസ്റ്റാ? നമ്മുടെ സ്റ്റെപ്പിൽ നമുക്ക് ഈ ട്രെയിനിൻ്റെ മുകളിൽ കയറാം. അതിന് ഈ വയ്യല്ലോ ഓക്കെ തുളങ്ങില്ലായിരുന്നു. ചേട്ടാ ഇനി എന്തും പറഞ്ഞിട്ടല്ലേ നമ്മളെ പ്ലെയറല്ലേ അവിടെ വിടുന്നു. ഞാനാണ് ഞാൻ തന്നെ വിടുന്നു. മതിയറ നീ തല്ലിയാലും തുല്ലിയാലും നീ റൗഡി തന്നെ കേട്ടോ. നീ രംഗര ഡൂപ്പ് രംഗര ഗെയിം വെർഷൻ
നേരെ ഏറ്റവും ബാക്കിൽ പോകണ്ട, ഏറ്റവും മുമ്പിൽ പോകണം. ഇനി മൾട്ടിപ്ലെയറിലും കുറച്ച് കുറവായിരിക്കും ഗൈസ്, കാരണം നമ്മുടെ ഗെയിമർ മച്ചാൻ കുറച്ച് ദൂരത്താണ്. അതായത് എങ്ങനെ പറയുമോ, ഏത് ബട്ടണൊക്കെ സ്റ്റാർട്ടാകുന്ന ബട്ടണില്ല. നീ എന്താ ഒന്നും ഒച്ചൊന്നും വെക്കാതെ മതി. ഓടിപ്പോകുന്ന ട്രെയിൻ കഴിഞ്ഞ മനുഷ്യനാണ് നമ്മുടെ സ്വന്തം. തല്ലാൻ ചക്കന് ഒരു മടിയില്ല കേട്ടോ, കൊല്ലാനാണ് മടി. കോട് മൊത്തം ഇത് മറ്റേ ചാടും. ആ താറ് താറ് മഹീന്ദ്ര താറൊന്നല്ല, സാധാ. ഓക്കെ, നമ്മൾ ജിറാസിക് പാർക്ക് കാണിച്ച പോലെ താറിൽ നല്ല സെറ്റിങ്സ് പോയിട്ട് ഇതെല്ലാം ആക്കണം. ഇതെല്ലാം ആയല്ലോ, കുഴപ്പമില്ല. ആൾക്കാരെല്ലാം 6 അടിച്ചോണ്ടാണ് മഹീന്ദ്ര. എടാ താറേ, താറിൻ്റെ ഉള്ളിൽ പ്രേതായിട്ടുണ്ടോ? പെറ്റിനെ വിളിക്കണേ, പെറ്റ് കുതിരല്ല, പെറ്റ്. കുതിരാണോ? കുതിര ഒരു പെറ്റ് തന്നെ അല്ലേ? കുതിരക്ക് അപ്പം ഇത്ര സ്പീഡായി ഞാനും പോകുമ്പോഴേ കുതിര അനങ്ങൂല. എങ്ങനെ നല്ല പോലെ കുതിര അനങ്ങി നടക്കില്ല. നമ്മ എന്തായാലും അല്ലേ ഡൈനോസറിൻ്റെ കടി കൊണ്ടിട്ടാവുന്ന എനിക്കൊരു ചെറിയൊരു ഉറപ്പുണ്ട് കേട്ടോ. ഇത് കുതിര കീന്ന് വട്ടുണ്ട്, വേറെന്തോ അല്ലേ, കുതിര അലറുന്ന ഒരു വട്ടയില്ലേ, അത് ചെയ്ത് വട്ടം എനിക്ക് പോടേ. നീന്ത്ര പോകത്ത ഞാൻ പോയി. നമ്മൾ ഡൈനോസറിൻ്റെ കൈ കൊണ്ട് ചത്തിട്ടായിരിക്കും ഇന്നത്തെ വീഡിയോ ഉണ്ടാക്കല്. പാർട്ട് 3 എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പാർട്ട് 2 സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ 1 lakh വ്യൂസ്. ആദ്യമായിട്ടാണ് എനിക്ക് 1 lakh വ്യൂസ്. അതുകൊണ്ടാണ് ഇനി ഞാൻ ഇത് ഇടാൻ തന്നെ കാരണം. ഇനി അധികം ഇതേ വരട്ടാ. അതെ, അതാ മുട്ട കണ്ടല്ലേ നിങ്ങൾ? ഇങ്ങനത്തെ ഒരു മുട്ട കണ്ടല്ലേ? നിങ്ങൾ അടുത്ത ചുറ്റും ഇങ്ങനെ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇതാ ഒരു ഡൈനോസറിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഡൈനോസറല്ല, ഏതെങ്കിലും ഒരു പറഞ്ഞിട്ട് നാട് ഒരുത്തനെ കണ്ട പിന്നെ അതിനടുത്ത് പോകാൻ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ കടി കാണിച്ചിട്ട് കാണിക്കണം. അതിൻ്റെ ഉള്ളിലേ പോവാ. അതുള്ളു. ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ട് പോകാൻ അവര്. ഞാൻ നിൻ്റെ വയ്യായിരുന്നോ, നീ എൻ്റെ വയ്യായിരുന്നോ? ചെറുതല്ലേ കുട്ടിക. വേറെ ഏതാ വലുതുണ്ട്? അയ്യോ ചെറുത് പറഞ്ഞല്ലോ, അത് അങ്കാരല്ലോ അവന്. പറഞ്ഞിട്ട് നീ കടിക്കോടാ? ഞാൻ കടിക്കാതെ. അപ്പോൾ കടിക്കൂല അല്ലേ? പെറ്റ് വയ്യ വരും. യാരളിതാ വരവ ഓന്റെ പേരെന്ത് ഗൈസ്? കണ്ടപ്പന്നെ പേടിച്ചോയി. അണ്ണാച്ചി കോഫി ഞാൻ പറഞ്ഞിട്ടേ എന്താ ആക്കോടാ, നീ ആക്കുവാടാ. ഏയ് എന്തായാലും ആക്കടാ. എൻ്റെ കാലും അടിയിൽ ഞാൻ കൊല്ലണമെങ്കിലേ കുറച്ച് ദൂരം പോയിട്ടില്ലേ, മിസൈൽ ലോഞ്ചെടുത്തോണ്ട് കൊല്ല. സാധനമെല്ലാം എടുത്തിട്ടാണ് ഞാൻ കീനല്ലോ. ഇങ്ങോട്ടാ വരുന്നത്? ഞാൻ ഇങ്ങോട്ടാ ഞാൻ കുറേ സമയമായി വയ്യന്നെ ഒന്നും എടുക്കണം. കുതിര നീ ചത്തയക്കല്ലേ, ഞാൻ നിനക്കൊണ്ടില്ലട. കുതിര ചത്തു. ടീരാക്സ് കൂട്ടല്ലേ, ഞാൻ ഒന്ന് കൊന്നിട്ട് കിടന്നു. ഞാൻ അങ്ങോട്ടല്ലാണ് ഓടിയൊക്കെ. ഇങ്ങോട്ട് ബടിയുള്ള സൈഡിലോട്ട് വന്ന് ആടോലെ എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെന്താ ഉണ്ടൊക്കെ വല്ല പ്രോബ്ലം ഉണ്ടോ? ഇത് കടന്നല്ലോ. നമ്മുടെ ഇതൊന്നും കഴിയില്ല. നമ്മുടെ ഈ സാധനമേ ഓർത്തത് അതാവും 3, 2, 1 സ്റ്റാർട്ട്. ഒന്നും കൊള്ളുന്നില്ലേ?
കൊള്ളുന്നില്ലടി. സ്നൈപ്പറിൽ ഹെഡ് ഷോട്ട്. ആർപി സ്റ്റിക്കി ബോംബ് ഇതാണ്ടല്ലോ. ഇതെല്ലാ സാധനം എന്ത് ഈ ഭാഗത്തന്നെ വരുന്നു. അത് ഞാൻ ഏതാ വണ്ടി എടുത്ത് പോട്ട് ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു ചത്തിട്ട് ഉണ്ടാക്കും. ഈ ചാവല്ല വഴി എന്ത് എനിക്കറിയാം. ആ മാർഗത്തിൽ മാത്രമേ ഇത് ചാവത്തുള്ളൂ. എന്താണെന്നറിയോ? ഞാനിപ്പോൾ ഒരു നാട്ടിൽ എത്തിട്ടുണ്ട്. കാണിച്ചു തരാം. നമ്മുടെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഗേറ്റ് ഉള്ളത്. ഗേറ്റ് ഏത് ഭാഗത്തില്ലേ? ട്രെയിനിൻ്റെ അടുത്തല്ലേ ഇല്ലേ? ട്രെയിന് കുറച്ച് പറഞ്ഞു. ഇതവിടെ അവിടെ പറഞ്ഞു പോകുമ്പോൾ തുറക്കാൻ സമയം നോക്കുക. എന്ത് ടൈമിങ് ആടാ താൻ പ്രാന്തി. ഗേറ്റ് തുറക്കുന്നവനാ ഞാൻ കൊല്ലും. തെറച്ചക്കല്ല ഓക്കെ തെറച്ചില്ല. ഈ ചോരല്ല എന്തിപ്പം മഞ്ജുളിക്കത്തെ ചോര പോലെ. മഞ്ജുളിക്ക് ഒരു ഗെയിം പ്ലേ ഞാൻ ഇട്ടിനാ. അപ്പം ആ ഇട്ടിന് തോന്നുന്നു. കിട്ടിട്ടാ ഇല്ല. മഞ്ജുളിക എന്ന് പറഞ്ഞാൽ എന്ത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ എപ്പിസോഡ്സൊക്കെ കാണുമ്പോൾ പറ്റും. നമുക്കൊരു ജമ്പ് അടിച്ചിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഓക്കെ ജമ്പ് അടിച്ച് താഴോട്ട് നോക്കിയേ. ജമ്പ് അടിക്കടാ ജമ്പ്. താഴത്തലും ഇന്നത്തെ വീഡിയോ കയ്യലും ആക്കാം. ജോളമ ഷാവാ ടാറ്റാ. സ്റ്റോപ്പ്.